ഹായ് ഹലോ എവ്രി വൺ. ഇന്നലെ വൈകിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിക്കത്തേക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുന്നു അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണോ ചോറ് ഉണ്ടാക്കണോ എന്ന് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചു. അറ്റ് ലാസ്റ്റ് വിചാരിച്ചു ചോറ് ഉണ്ടാക്കാമെന്ന്. കാരണം നാട്ടിലത്തെ ചോറ് കറി ഉപ്പേരി ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. അങ്ങനെ പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മുറിച്ചെടുത്തു. കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മസാലയ്ക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല അതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ചൂടാക്കി എടുക്കുമ്പം അതിന് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റും ഒരു നല്ല വെറൈറ്റി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അധികവും കാശ്മീരി മുളക് പൊടി കേട്ടോ യൂസ് ചെയ്യുക. കാരണം ഇവിടെ പിള്ളേർക്കൊന്നും ഓവർ സ്പൈസി ആയി അവർ കഴിക്കില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്യണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 2 വിസിൽ വരുന്ന കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചീര ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ചീരയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാവുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, 1-2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തപ്പോഴത്തേക്കും ചീരുപ്പേരി റെഡി ആയിട്ടോ. പിന്നെ അപ്പോഴത്തേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കൻ കറിയും മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഓടിപ്പോയി ചോറും കൂടെ വേഗം കുക്ക് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആയപ്പോൾ എനിക്ക് തേങ്ങാ ചമ്മന്തി കഴിക്കണം തോന്നി. ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളൊരു പൊങ്ങുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഓരോ പീസൊക്കെ കിട്ടി. പിന്നെ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേഗം നല്ല ചൂടോടുകൂടെ ചോറ്, അച്ചാറ്, ചമ്മന്തി, ഉപ്പേരി, ചിക്കൻ കറി, പിന്നെ പപ്പടം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചിട്ടോ. നല്ല വിശപ്പിൻ്റെ ആയിരുന്നോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.